വിളിക്കടാ, പോലീസിനെ വിളിക്കടാ. ഇവര് 4 പേരും കൂടി അവനെ പൊക്കിയെടുത്തോണ്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ആ ഡയറക്ഷനിലേക്ക്. നിങ്ങൾ കാനാലി കിടക്കുന്ന എഴുന്നേക്ക്. मुकेश है, उसमें नंबर सेव किया हुआ है सर. മുകേഷ് MLA ആണ്. അവന്മാർ കൂളായിട്ട് പക്ക കൂളായിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോണേ. ആളുകൾ നോക്കി നിൽക്കുമ്പോഴേ നീല കളറുള്ള ഫോണാണോ? ഒരു നീല കളർ ഫോണാണോ? കൊണ്ട് ഏതോ ഒരാളെ ഇവന്മാര് 3 പേരും കൂടി എടുത്തോണ്ട് പോയിന്നാ പറഞ്ഞു. ഇയാൾ കണ്ടത് മേളിലേക്ക് കയറി. അവനെ 3 പേരും വിടല്ലേ. ഇങ്ങോട്ട് അല്ല അവന്മാരെ വിടരുത്. അല്ല ഒരു മിനിറ്റ് ഉമ്മരെ വിടരുത്. ഞാൻ വിളിച്ചോളാം. നിങ്ങളിപ്പോ പറഞ്ഞ അവന്മാർ ഓടും. അവന്മാരെ വിടരുത്. നീ പോയിട്ട് ഓട്ടോറിക്ഷക്കാരെയും വിളിച്ചു. ചേട്ടാ നിങ്ങൾ പോലെ അവിടെ അവിടേക്ക്. എടാ പോലീസുകാരെ വിളിച്ചാ. പോലീസിനെ വിളിച്ചേ. ബൈ അവിടേക്ക് അവിടെ നിൽക്കാം. പോലീസിനെ വിളിക്കാം. അവിടേക്ക്. നമസ്കാരം, ഞാൻ ജെയിംസ്. ഞാനിപ്പോൾ ഒരു വാർത്തയുടെ ഷൂട്ട് കഴിഞ്ഞ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വൈറ്റിലെ പാസ് ചെയ്യുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഒരു കുലീനത്തുമുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു മലയാളിയാണ്. ഞാൻ ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ആ പില്ലറിനോട് ചേർന്ന് കിടന്നുറങ്ങുകയാണ്. ഒരു 2-3 വിരികൾ വിരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ തലയെണ്ണ പോലെ കടലാസൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. വൈറ്റിലെ മേൽപ്പാലത്തിന് അടിയിലുള്ള പില്ലറിനോട് ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ സാധാരണഗതിയിൽ മദ്യപിച്ച് ബോധമില്ലാതെ ഇവിടെ ഒരുപാട് പേര് കിടന്നുറങ്ങുന്നുണ്ട്. അതിലൊരാളായിരിക്കുമെന്ന് ഞാൻ പെട്ടെന്ന് കരുതി. ഒരു 3 ഹിന്ദിക്കാർ വന്നിട്ട് അവർ നേരെ നടന്ന് എന്നെ പാസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ മനുഷ്യൻ കിടക്കുന്ന ആ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം കൂടി ഇവന്മാർ 2 പേരും കൂടി കുനിഞ്ഞങ്ങ് പിടിച്ചിട്ട് ഒറ്റ പൊക്കലങ്ങോട്ട് പൊക്കുകയാണ്. ഇതിൽ കിടന്നുറങ്ങുന്ന വൃദ്ധനായ മനുഷ്യൻ പൊങ്ങി 2 കറക്കം കറക്കി തെറിച്ചങ്ങോട്ട് വീഴാണ്, തലയടിച്ച്. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഓടി വന്നു. നിങ്ങൾ എന്ത് പണി കാണിച്ചിട്ടാണ് ഈ പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായി ഇവന്മാർ ഹിന്ദിക്കാരാണ്. അവിടെ ഒരു ഇരുട്ട് പറ്റി കിടക്കുകയാണ്. ആ പ്രദേശം എന്ന് പറയുന്ന ആ പില്ലറിനടിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വെളിച്ചമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവന്മാർ നടന്നങ്ങ് പോവാണ്. ഞാൻ പറഞ്ഞു നിൽക്കൂ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. ഒരു റിയാക്ഷൻ ഇവന്മാർക്കില്ല. വളരെ കൂളായിട്ട് ഇവന്മാർ തിരിഞ്ഞു നോക്കിയിട്ട് ഈ പോടാ എന്നുള്ള മനോഭാവത്തിൽ ഇവന്മാർ നടന്നങ്ങോട്ട് പോവാണ്. ഞാൻ ക്യാമറ എടുത്തു, വിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ കൂടി. ക്യാമറ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി സംഭവം ഒന്ന് പന്തി തരുന്നു. ഇവന്മാർ വേറെ എന്തൊക്കെയോ പ്രക്രിയ ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരൻ വന്നു. അയാളുടെ പേര് ജയരാജ് എന്നാണ്. അപ്പോൾ അയാൾ കുറച്ച് മുൻപ് ചില കാഴ്ചകൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അല്ല ഉമാർ എന്താണ് ഉമാരുടെ വിഷയം എന്നുള്ള മനസ്സിലാവുന്നത്. ഇയാളോട് കിടന്നുറങ്ങുമ്പോൾ ഇയാളെ വലിച്ചിട്ട് ഇയാളെ അടിയിൽ നിന്ന് പുറമെ വലിച്ചെടുത്ത് അങ്ങോട്ട് പോകണം. അത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. സാർ ഒരു മിനിറ്റ്, ഇവന്മാരിങ്ങനെ വിട്ടേക്കുന്നു സാർ. ശരിയാണ്. ഇവരെ പക്ക ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു अपना सामान अपने चोरी कर रहे हैं, सोने वाला सामान हमारा आधार है, फोटो खींचो. तुम्हारा आधार है, फोटो खींचिए सर. കൂടേണ്ട 2 പേര് മുങ്ങിക്കളഞ്ഞു. ഞങ്ങട് നടക്കണ്ടത് ഇവനും വേറൊരുത്തനുണ്ട്. വേറെ രണ്ടെണ്ണമുണ്ട്. ഒരു ബ്ലാക്ക് ഷർട്ട്, ഒരു റെഡ് ഷർട്ട് ഇട്ട ആള്, റെഡ് കൊണ്ട് ഒരു ബ്ലാക്ക് ഷർട്ട്. ബ്ലാക്ക് ये हमारा दोनों मोबाइल हमारा ही है. पहले 2 सिम था, एक सिम डिलीट हो गया. हमारा सिम कौन അവന്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഈ കാലം കയ്യിലും പിടിക്കണ്ട. നിന്റെ ബോസ് का नंबर बोलिए. केड़ा बॉस का नंबर बोलिए. सेव होगा नंबर. सेव नंबर मुकेश नंबर. मलयाली है. मलयाली. हां मलयाली. സൂപ്പർ മലയാളി. എടാ നീ അവിടെ നിൽക്കുന്നു. സാർ ഇവന്റെ കൂടെ 2 പേരുണ്ടായിരുന്നല്ലോ. ഇവന്റെ കൂടെ 2 പേര്. അവന്മാർ 2 പേരുടെ കൂടിയിട്ടാണ് വലിച്ചയാളെ ഇട്ടത്. കാലാപ്പാനി കാലൊന്നും പിടിക്കണം. झूठ नहीं बोले. झूठा बात
करना चाहिए। ഈ ഫോൺ അടിച്ചു മാറ്റാൻ നിങ്ങൾ കണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. ഞാനും വേറൊരു വണ്ടിക്കാരനും കൂടെ വെറുതെ വെറുതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞങ്ങളുടെ മുന്നിൽ കൊടുക്കുന്നവന്മാര് कोई फोन नहीं, चादर ले लिया था, चादर हम अपना सोने के लिए आया था बस। मैं जाकर था ब्राह्मण है, ബ്രാഹ്മണ कुनूल है, छूट गया। पहनते थे मगर ബ്രാഹ്മൺ ദാരുണ അതിൽ ഒരുത്തൻ നിങ്ങളെ പിടിച്ചു നിർത്തി അവൻ തല്ലാൻ തുടങ്ങി. അവൻ ഒരുത്തൻ അവനങ്ങോട്ട് വിട്ടു കളഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വളഞ്ഞു നിർത്തി. ഒരു ഹിന്ദിക്കാരനാണ്, രണ്ടുപേരും ഹിന്ദിക്കാരാണ്. ഞങ്ങളെല്ലാവരും കൂടി നോക്കി നിൽക്കെ ഇവനെ ഈ ഒരാളെ മാത്രം ഞങ്ങൾക്ക് പിടികിട്ടി. അവന്റെ ബാഗെല്ലാം അഴിച്ചപ്പോഴോ പല സൈസ് ഫോണുകളാണ് അവന്റെ ബാഗിൽ നിന്ന് കിട്ടുന്നത്. മലയാളം സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്ന അവൻ 20 വർഷത്തോളമായിട്ട് കേരളത്തിലാണ് എന്നുള്ളതാണ് അവന്റെ സംസാരത്തിൽ നിന്നും അപ്പോൾ കൂടിയിരുന്ന ആളുകൾ എല്ലാവരും കൂടി മനസ്സിലാക്കിയത്. പക്ഷേ അവന്റെ കയ്യിൽ പുതിയ ഡയറികൾ, ഈ സീല് പൊട്ടിക്കാത്ത ടൈപ്പ്, പൊടി പറ്റാത്ത ടൈപ്പ്, നല്ല പുത്തൻ ഡയറികൾ 5-6 കാണുന്നു. വലിയ എഴുത്തുകാരുടെയൊക്കെ കയ്യിലുള്ളത് പോലെയുള്ള ഡയറികൾ ഇവന്റെ കയ്യിൽ നിന്ന് കൃത്യമായി പോലീസ് പിടിച്ചെടുത്തു. ഇവന്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചതാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇതിങ്ങനെ ഒരാളിൽ നിന്നും അടുത്ത പില്ലറിനടി കിടന്നുറങ്ങുന്ന ആൾ ഈ വൈറ്റിലെ മേൽപ്പാലത്തിനടി ഒരുപാട് പേര് കിടന്നുറങ്ങുന്നുണ്ട്. ഇവരുടെയൊക്കെ പോക്കറ്റിലുള്ള പണവും ഈ മൊബൈലും ഒക്കെ വളരെ മെല്ലെ അടിച്ചു മാറ്റിയ സമയത്ത് ഈ ഉറങ്ങുന്ന ആൾ അറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഇവർ ഉണർന്നാൽ സ്വാഭാവികമായിട്ട് തൊട്ടടുത്തുള്ള കല്ലോ വടിയോ എന്തെങ്കിലും എടുത്ത് അവന്മാരെ തലക്കടിച്ചിട്ട് വേണമെങ്കിൽ കൊന്നുകളയുമാർ. എന്ത് ഇവരുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാം. तुम्हारा मालिक का नंबर निकालिए ना, मुकेश है, उसमें नंबर सेव किया हुआ है सर। മുകേഷ് MLA ആണ് ഞങ്ങൾക്ക് ഇവിടെ. MLA नहीं सर, മുകേഷ് സാറിനോട് സംസാരിക്കും. साउथ में किधर है सर इस नंबर पर डालिए, कॉल होता है। सरकार कॉल वाले मोबाइल को नहीं दीजिए, हम चलेगा सर्विस। അപ്പോൾ എന്താ സംഭവം? അവിടുന്ന് പൊക്കിയെടുത്തോണ്ട് 3 പേരും കൂടി പൊക്കിയെടുത്തോണ്ട് നാളെ കൊണ്ടുപോകണ്ടായി. മലയാളിയാണ്, അവന് ഹിന്ദിക്കാരനാണ്. ഹിന്ദിക്കാരനാണ്. അവൻ അടിച്ച് ഓഫാണ്. അപ്പൊ അവന്റെ ബാഗ് ഇതൊക്കെ പൊക്കിയെടുത്തോണ്ടാണ് ഇവന്മാര് പോയത്. मालिक का नंबर बोलिए। सर हमारा मोबाइल है, सारा व्यवस्था आपको मालिक का हाथ गवर्नमेंट है। കൊണ്ടുപോയതിനെ എവിടെ കൊണ്ടുപോയി ഇറക്കി ഒന്നാടങ്ങടെ കൊണ്ടുപോയി. तुम्हारा मालिक का नंबर बोलिए। അല്ല അവന് മലയാളം അറിയാം. വേഷം കെട്ടാണ്, അവന് വേഷം കെട്ടാണ്. എടാ നിനക്ക് പോകണമെങ്കിൽ മലയാളികളുടെ നമ്പർ പറയും, ഏതെങ്കിലും നമ്പർ. ले चलिए हमारे साथ में, हम चलेंगे। ആ വിളിക്ക്, എടാ എടുക്ക് ചാലിക്കുക। मालिक के घर पे चले, मालिक के घर पे चले, वो अच्छा है। आप गवर्नमेंट വീട്ടിൽ പോകും. ഏതോ ഒരാളെ ഇവന്മാർ 3 പേരും കൂടി എടുത്തോണ്ട് പോയി എന്നാ പറഞ്ഞു. ഇയാൾ കണ്ടത്. കുറച്ചു മുമ്പ് ശേഷം പിന്നെ ആളെ കണ്ടിട്ടില്ല. എടുത്തോണ്ട് ഇരുട്ടത്തേക്ക് പോയത് ശരിയാണ്. പിന്നീട് തിരിച്ചു വന്നത് ഇവന്മാർ 3 പേരും തന്നെയാണ്. ആ 3 പേരും തനിയെയാണ് പ്രായമായ ആളെ ഇവിടെ ഈ പില്ലറിനടിയിലേക്ക് വലിച്ചിട്ടിട്ട് അവന്മാർ 3 പേരും നടന്നു പോയത്. അപ്പോൾ അവന്മാരെ ഞങ്ങൾ തടഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് അവന്മാർ ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നു. ആ ഓട്ടോ ഡ്രൈവറെ ഉടുപ്പ് കുത്തിപ്പിടിച്ച് അയാളെ തല്ലാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേക്കും പോലീസ് ജീപ്പ് വൈറ്റ്ലയിൽ കൃത്യമായിട്ട് വന്നു നിന്നു. നമ്മുടെ സർവ്വസജ്ജമായ പോലീസ് സന്നാഹം. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോഴേ കൃത്യമായിട്ടും പോലീസ് വാഹനം അവിടേക്ക് വരികയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ഞാൻ എൻ്റെ കൂടെയുള്ള ആളെടുത്ത് പറഞ്ഞു പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അയാൾ ഓടി വന്ന് കൈ കാണിച്ചപ്പോഴത്തേക്കും പോലീസ് ജീപ്പ് പെട്ടെന്ന് വന്ന് സഡനായിട്ട് ഒന്ന് നിർത്തി. പോലീസുകാരെല്ലാം കൂടെ ഓടി വരുന്നു. പോലീസുകാർ ഓടി വന്നപ്പോഴത്തേക്കും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ അവന്മാർ 2 പേരും വിട്ടുകളഞ്ഞു. അവന്മാർ വേഗം റോഡിന്റെ അപ്പുറം കടന്ന് അവർ ഓടിക്കളഞ്ഞു. 3 പേര് എടുത്തോണ്ട് പോയി. എങ്ങോട്ട് എടുത്തോണ്ട് പോയത്? അവനെ എവിടെ കൊണ്ടാക്കി നോക്കിയത് മതി. सोने के लिए जगह चाहिए ना। അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ലയിടത്തും എന്തെങ്കിലും കാറ്റുകയെല്ലാം അറിയാം. അവനൊരു ഹിന്ദിക്കാരനാണ്. അവന് പൈസ അവന്മാർ കൂളായിട്ട് പക്ക കൂളായിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോണേ. ആളുകൾ നോക്കി നിൽക്കുമ്പോഴേ ആയിക്കോട്ട് പോവാൻ. अच्छा हम लोग निकलेंगे, काम वाला आता तो नहीं करेगा। उसका धंधा ऑल इंडिया ऑल वर्ल्ड चलता है, ऑल इंडिया ऑल वर्ल्ड എടാ നിന്റെ മാലിക്കിന്റെ നമ്പർ പറയാ। मोबाइल ही सर, അതിന്റെ അകത്ത് വന്നിട്ട് എന്തിനാ അതിന്റെ അകത്ത് मोबाइल दोनों ഇതിന്റെ അകത്ത് ഒരു സാധനം ഇല്ല। പിന്നെ ശ്രീനിവാസൻ क्रिश्चियन आदमी, എവിടെ? क्रिश्चियन आदमी ഇവരെത്ര പേരുണ്ടായിരുന്നു? 4 പേരാ. ഇവനെ കൂടെ വേറെ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ കടയുടെ വാതിക്കലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഹിന്ദിക്കാരായിരുന്നോ? ഹിന്ദിക്കാരായിരുന്നു.
ഞങ്ങൾ വരുന്നതിന് മുൻപ് കണ്ട കാഴ്ച എന്താണ്? അവിടെ ഒരാൾ കിടന്നുറങ്ങണ്ടായിരുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്ന് ഫോണും ഇതൊക്കെ എടുക്കാനായിട്ട് നോക്കി. അപ്പൊ ഇവര് 4 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 2 പേര് ചെന്നിട്ട് ഇവരെ പറഞ്ഞ് ഓടിച്ചു വിട്ടതാണ്. ആ കിടന്നുറങ്ങുന്ന ആളാണോ? അതെ. ഒരാളത് പിന്നെ ഒരാളും കൂടി ഉണ്ടായി. ഇയാളുടെ അടുത്ത് ഓടിച്ചിട്ട് വിട്ടപ്പോ വേറൊരു ഹിന്ദിക്കാരൻ അവിടെ നിൽക്കണ്ടായിരുന്നു. ഇതേപോലെ കള്ളുപിടിച്ച് ഫിറ്റായിട്ട് ആ ഹിന്ദിക്കാരനെ പൊക്കിയെടുത്തോണ്ട് ഇവര് നേരെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ പിടിക്കണ ഞാൻ വന്ന് കണ്ടത്. വണ്ടിയും കൊണ്ട് ഓട്ടം കഴിഞ്ഞ് വന്നത്. ആ കിടക്കുന്ന ആളല്ലേ ഇപ്പൊ? ഈ കിടക്കുന്ന ആളുടെ ആണോ? എങ്ങനെ പോക്കറ്റ് കൈയിടുന്ന അത് കണ്ടിട്ടാണ് ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞ മറ്റവന്മാരെ ഓടിച്ചു വിട്ടത്. അങ്ങനെ വിട്ടപ്പോൾ അവിടെ ക്യാമറ ഒക്കെ ചെയ്താൽ കാണാൻ പറ്റും. അവിടെ ഇരുന്ന് വെച്ച് അയാളെ ഇവര് 4 പേരും കൂടി അവനെയും പൊക്കിയെടുത്തോണ്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ആ ഡയറക്ഷനിലേക്ക്. അതായത് ഇവന്മാര് 3 പേരോട് കൂടിയിട്ട് വേറൊരുത്തരെ പൊക്കിയെടുത്തോണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ പൊക്കിയെടുത്തോണ്ട് ഇപ്പൊ എവിടെ പോയി ആർക്കറിയില്ല. അവനിപ്പോ നമ്മള് കണ്ടപ്പോ അവനില്ല കൂടെ. ഓ ശരി. അപ്പൊ ഇവന്മാരെ നമ്മൾ പിടിച്ചു നിർത്തിയപ്പോ അതിൽ ഒരുത്തരെ നമുക്ക് കിട്ടി, മറ്റന്മാർ 2 ഓടിക്കണം. ഒരുത്തനെ ഇവന്മാർ 3 പേരുടെ എടുത്തോണ്ട് അവൻ ഇരുട്ടത്തോട്ട് പോയിരുന്നു. അവൻ എന്ത് സംഭവിച്ചോളൂ അറിയില്ല. ഓക്കെ, ഇയാളുടെ പോക്കറ്റിലാണോ തപ്പിയത്? നിങ്ങളുടെ പോക്കറ്റിൽ വന്നിട്ട് 2-3 ഹിന്ദിക്കാർ തപ്പി. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസയോ പേഴ്സോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ ഈ കനാലിൽ കിടക്കുന്നത്? എഴുന്നേക്ക്. മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? വയ്യാതെ കിടക്കുന്നതാണോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ കനാലിലാണ് കിടക്കുന്നത്. 3 പേര് കൂടി നിങ്ങളുടെ പോക്കറ്റ് തപ്പി നിങ്ങളുടെ പേഴ്സോ എന്താണ്ടൊക്കെയോ ഫോണോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? നിങ്ങൾ നോക്കിക്കേ. ഫോണുണ്ടോ? നിങ്ങളുടെ പേപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം കിടന്നാണ്. ചെരുപ്പ് ഓ ഈ പേപ്പറൊക്കെ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു വിട്ടോ. മറ്റവന്മാരെ ഓടിച്ചു വിട്ടത്. ഹിന്ദിക്കാർ തപ്പിയതാണ് ഇത്. തപ്പിയതാണ്. ഈ പുള്ളി എന്നിട്ട് ഇവിടെ തന്നെ കിടക്കണായിരുന്നു. ചേട്ടന്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കിക്കേ. ചേട്ടൻ അവിടെ മെല്ലെ എണ്ണീറ്റ് ഇവിടെ ഇരിക്കും. മുള്ളിക്ക് ഇരിക്കും. ചേട്ടനെ മരുന്നിൽ ഉപദ്രവിച്ചോ? മെല്ലിൽ കയറിയിരിക്കും. ഫോണുണ്ടോ? മെല്ലെ എഴുന്നേറ്റ്. ചേട്ടൻ്റെ വീട് എവിടെയാണ്? ഞങ്ങൾ എന്താ സഹായം ചെയ്യേണ്ടത് പറഞ്ഞു. എന്ത് വേണം ചെയ്തു തരാം. ഇങ്ങോട്ട് കയറിയിരുന്നു, മുകളിലോട്ട് കയറിയിരുന്നു. ചെരുപ്പിങ് എടുത്ത് ഇതാ. എവിടെ മറ്റേ ചെരുപ്പ്? ഇവിടെ ഇതാ ഈ ചെരുപ്പിട്ടെ. ഇങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ ആവത്തല്ലേ, വണ്ടികൾ പാഞ്ഞു വരുന്നല്ലേ, ഭയങ്കര അപകടം ഉണ്ടാവും. ഫോണോ പൈസയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കി. പൈസ ഇത്ര ഉണ്ടായിരുന്നുള്ളോ? മേളിലേക്ക് കയറിയിരിക്കും. ചേട്ടൻ ഈ കുഴി കിടക്കുന്ന കണ്ടിട്ട് കഷ്ടം തോന്നിയിട്ട് വന്നാ? എന്തോ തൈക്കൂടം പോണോ? കയറി മുകളിലോട്ട് കയറിയിരിക്കും. എന്തായാലും ആ കുഴിയിൽ നിന്ന് മുകളിലോട്ട് കയറി. എന്തു പറഞ്ഞാലും ആ കൊറോണയുടെ ആ ഒരു സമയം, കൊറോണ ആ പടർന്നു പിടിച്ച സമയം എന്തുകൊണ്ടും നല്ലതാണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം വെച്ചാൽ ആ സമയത്ത് മദ്യപാനത്തിന്റെ വിഷയമില്ലായിരുന്നു. എല്ലാ ബാറുകളിലും അടച്ചിടുന്നതുകൊണ്ട് അതിന് വലിയ ഒരുപാട് കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായിരുന്നു. തലക്കടിച്ചുള്ള കൊലപാതകങ്ങളില്ലായിരുന്നു. ഇതുപോലെ കനാലിൽ കിടപ്പില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ദുഃഖം തോന്നി. അതായത് കുടുംബത്തിൽ നല്ലൊരു കുടുംബത്തിലുള്ള ഒരു അന്തസ്സായിട്ടുള്ളൊരു കുടുംബസ്ഥനാണ്. പക്ഷെ അയാളുടെ ഫോണോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. കാരണം വെച്ചാൽ നീല കളറുള്ള ഫോണാണോ? ഒരു നീല കളർ ഫോണാണോ? മരട് സ്റ്റേഷനിൽ ആ ഹിന്ദിക്കാരുടെ കയ്യിലുള്ള ഫോണിന്റെ കളർ എന്തായിരുന്നു? നീല കളറായിരുന്നു. എത്ര ഫോൺ ഉണ്ടായിരുന്നു? 2 ഫോൺ. അപകടം ഒരു സാധ്യത തോന്നിയിട്ടാണ് നമ്മൾ ആ ഹിന്ദിക്കാരെ പിടിച്ചു നിർത്തിയത്. പ്രായമായിട്ടുള്ള ആളെ ആക്രമിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ പുറകെ ചെന്നത്. ഈ ഹിന്ദിക്കാരനോടൊപ്പം വേറെ 2 പേരുണ്ടായിരുന്നു. ഈ 3 പേര് കൂടിയിട്ട് ഒരാളെ എടുത്തുകൊണ്ട് സൈഡിലേക്ക് പോകുന്നത് കണ്ടു എന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവര് ക്രിമിനൽസ് ആണ്. ഇവരെന്തോ ക്രൈം ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പൊ നമ്മൾ നേരിൽ ഇവരെ പിടികൂടിയത്. ഇപ്പൊ എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. കാരണം അതിൽ ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടിയത്. 2 ഫോണോ 3 ഫോണോ മറ്റോ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ആ കയ്യിലുണ്ടായിരുന്ന ഫോണിന്റെ കളർ ഒരു ബ്ലൂ കളറുള്ള ഒരു ഫോൺ, പിന്നെ വേറൊരു ചെറിയ ഫോൺ. ആ ബ്ലൂ കളറുള്ള വലിയ ഫോൺ ഇദ്ദേഹത്തിന്റെ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ബ്ലൂ കളറുള്ള ഫോൺ കാണുന്നില്ല. മദ്യപിച്ച് റോഡ് സൈഡിൽ കിടക്കുന്ന ആളുകൾ, ബോധമില്ലാതെ കിടക്കുന്ന ആളുകളുടെ പോക്കറ്റിൽ കൈയിട്ട് പേഴ്സും ഫോണും അടിച്ചു മാറ്റുന്ന സംഘത്തെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുപോലെ രാത്രിയിൽ ഇവന്മാർ ഒരു മൂലയിൽ നിന്ന് അങ്ങോട്ട് മെല്ലെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറിൽ നിന്നും അടിച്ച് ഫിറ്റുമ്പുറത്ത് കനാലിലും റോഡ് സൈഡിലും കിടക്കുന്ന എല്ലാവരുടെയും പോക്കറ്റ് തപ്പി അവരുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൈക്കലാക്കി ഇവരാരെങ്കിലും തിരിച്ചെതിർത്താൽ, ഇപ്പോൾ ഇയാളിപ്പോൾ കനാലിൽ കിടക്കുക, ഇയാൾക്ക് തിരിച്ചെതിർക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. തിരിച്ചെതിർത്താൽ ജനം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹിന്ദിക്കാരായിട്ടുള്ള ഇവന്മാർക്ക് എന്തൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇവന്മാർക്ക് എന്നുള്ളത് നമുക്കറിയില്ല. തൊട്ടടുത്തിരിക്കുന്ന കല്ലോ വടിയോ എന്തെങ്കിലും എടുത്തിട്ട് സ്വാഭാവികമായിട്ടും തലക്കടിച്ച് അവിടെ ഇട്ടിട്ട് പോയാൽ നാളെ രാവിലെ ചോരി ഒലിപ്പിച്ച് കിടക്കുന്നതായിരിക്കും നമ്മളെല്ലാവരും കാണും. എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടില്ല. കാരണം ഒരു CC ക്യാമറ ഈ വൈറ്റില ജംഗ്ഷനിൽ പാലത്തിനടിയിൽ അയാൾ കിടന്നുറങ്ങുന്ന ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ ചുറ്റിനും നോക്കി. നമുക്ക് ആ CC ക്യാമറ ഏതൊക്കെ ഏരിയകളെന്ന് കാണിച്ചു കൊടുക്കാം. ഈ സൈഡിൽ CC ക്യാമറ കാണിച്ചേ. ഇവിടെ CC ക്യാമറ ഇല്ല. പിന്നെ CC ക്യാമറ ഉള്ളത് നമുക്ക് നോക്കാം. വരും. വൈറ്റില പോലീസ് ഹെഡ് പോസ്റ്റിന്റെ കൃത്യം അടുത്തായിട്ട് ക്യാമറ ആ പോസ്റ്റിൽ കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ആ ക്യാമറ ഒരെണ്ണം എറണാകുളം ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് അരൂർ ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്ന ഭാഗത്തേക്കാണ് ഈ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റിൽ 2 ക്യാമറയുണ്ട്. 2 ക്യാമറയും
ഇപ്പോൾ ഈ വ്യക്തി കിടന്നുറങ്ങിയത് ഇവിടെയാണ്. ഞങ്ങൾ നേരിൽ കണ്ട അയാളെ അടിച്ച് താഴെ ഇട്ടിട്ടാണ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയത്. അങ്ങോട്ടേക്ക് ഈ സൈഡിൽ ക്യാമറയില്ല. പിന്നെ അടുത്ത ക്യാമറ കോട്ടയം ഭാഗത്തേക്കാണ്. അതായത് തൃപ്പൂണിത്തുറ കോട്ടയം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് കണ്ണു തുറന്നിരിക്കുന്ന ക്യാമറയാണ് ഈ കാണുന്നത്. ആ വൃദ്ധൻ കിടന്നുറങ്ങിയിരുന്നത് പില്ലറിനോട് ചേർന്നാണ്. ഈ പില്ലറിനടിയിൽ മദ്യപിച്ച് ബോധമില്ലാതെ ഇവിടെ കിടന്നുറങ്ങുകയാണെന്നുള്ളതേ കരുതുകയുള്ളൂ. ഇവന്മാർ തലക്കടിച്ച് ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നേരിട്ട് അത് ആരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ചോര ഒഴുകി ഇവിടെ കിടന്ന് ആൾ തീർന്നു പോകും. അത് 100% ഉറപ്പാ. നാളെ അത് അന്വേഷിച്ചാൽ തന്നെ ഇത് ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ള ഈ വൈറ്റില ജംഗ്ഷനിൽ ഈ പാലത്തിനടിയിൽ തലക്കടിച്ചവനെ കൊന്നിട്ടിട്ട് പോയാലും ഒരു തെളിവുണ്ടാവില്ല. കാരണം CC ക്യാമറ ഇങ്ങോട്ടേക്ക് മുഖം തിരിച്ചിട്ടേ ഇല്ല. മിക്ക രാത്രി ഇവിടെ ഈ പകൽ തെണ്ടറ ആൾക്കാർ തന്നെ രാത്രി വെള്ളം അടിച്ചെന്ന് ഇവിടെ ബഹളം പല കാശോട് പോലീസുകാരെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ കിടക്കണ ഹിന്ദിക്കാരെ വന്ന് മറ്റേ ഇവിടെ മലയാളത്തിൽ വന്ന് ഉപദ്രവിച്ചിട്ട് ഹിന്ദിക്കാർ മറ്റേ പോലീസുകാർ പറയുന്നത് കൂടുതൽ പുറത്തുള്ള ആൾക്കാരെ വന്നത്. ഇപ്പൊ ഈ വന്ന് കുറച്ചും പറഞ്ഞ ഇപ്പൊ ഏത് വെള്ളമുള്ള എനിക്കറിയാം. ഞാൻ സ്ഥലം കിടക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ വന്നവനെ ഞാൻ പഠിച്ച പോലും ഇവിടെ കിടന്നിട്ടാണ് പറഞ്ഞത്. ഞാൻ വണ്ടി ഇട്ട് പോകാൻ വിട്ടെടുത്തോണ്ട് പോയി. പല ആൾക്കാരും നമുക്ക് അറിയാത്ത ആൾക്കാർ ഇവിടെ വന്നത്. ക്രിമിനൽ ആക്ടിവിറ്റീസ് നിങ്ങൾ നിരന്തരം കാണുന്നതാണ്. പകൽ സിഗ്നലിൽ വന്ന് പൈസ മേടിക്കുക, അയ്യോ വയ്യ കാല് വയ്യ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ആൾക്കാർ രാത്രി ആകുമ്പോൾ അവിടെ നിന്ന് സാധനം വാങ്ങിച്ചു വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പോലീസുകാർ വന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് അവര് വന്ന് കിടക്കണേ. പോലീസുകാർക്ക് ഒരു പരിധി ഉണ്ടല്ലോ. അവിടെ ഇഷ്ടമാണ് ആൾ കിടക്കുന്നുണ്ട്. ഒരാളല്ല, അതിന്റെ അപ്പുറത്ത് നോക്ക് ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. പോലീസുകാർ എത്ര കാശം വന്ന് അടിച്ചു വിട്ടോ. എന്നിട്ട് അവർ വന്ന് കിടക്കും. പക്ഷെ അവരൊന്നും കിടക്കണം ആവശ്യമില്ല. എത്ര കാശം അടിച്ചു വിടും. പോലീസുകാർക്ക് മനസ്സിലാക്കി അടിക്കണത് പ്രശ്നമില്ലല്ലോ. മനുഷ്യനല്ലേ, പറഞ്ഞു വിടും. അവര് പിന്നെയും വരും. ഈ പാലത്തിനടിയിൽ ഈ പില്ലറിനോട് ചേർന്ന് ഒരുപാട് പേരാണ് കിടന്നുറങ്ങുന്നത്. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിവിടെ വന്ന് നിരന്ന് കിടക്കുകയാണ്. പോലീസുകാർ ഇവിടെ രാത്രി വന്നിട്ട് ഇവരെല്ലാം ഇവിടുന്ന് എണീപ്പിച്ച് വിടാറുണ്ട്. എണീപ്പിച്ച് വിട്ട് പോലീസ് അങ്ങ് പോയി കഴിഞ്ഞാൽ വീണ്ടും അവരിവിടെ വന്ന് കിടന്നുറങ്ങുകയാണ്. നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അവർക്ക് കിടന്നുറങ്ങാൻ വേറെ സ്ഥലമില്ല. അവർ രാത്രി 12 മണിക്ക് 1 മണിക്ക് വന്ന് അവരിവിടെ വന്ന് കിടന്നുറങ്ങുന്നു. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പോലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, വേറെ മാർഗ്ഗമില്ല. അവർക്ക് കടപ്പാടുമില്ല. അവരിവിടെ വന്ന് കിടക്കുന്നു. ഒരു ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇദ്ദേഹത്തിന്റെ തൊഴിലിനോട് ബന്ധപ്പെട്ട സാധന സാമഗ്രികളൊക്കെയാണ് ഈ ഇരിക്കുന്നുള്ളതാണ് തോന്നുന്നത്. എന്ത് തൊഴിൽ ചെയ്യുന്ന ആളാണ്? പല്ലിന്റെ ബൈക്കിന്റെ എല്ലാം ഇനിയാണ്. ആണല്ലോ. നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല, വീടൊന്നുമില്ല. നിങ്ങളുടെ നാട് എവിടെയാണ്? ആലുവയിലാണ്. നിങ്ങൾക്ക് വീടില്ല സ്വന്തമായിട്ട്? ഭക്ഷണം കഴിച്ചോ ഇന്ന്? മദ്യപിച്ചിട്ടില്ലാന്ന് തോന്നുന്നല്ലോ. മണമൊന്നും വരുന്നില്ലല്ലോ. മദ്യപിക്കാത്ത ആളാണോ? കിടക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? ഇതെല്ലാം തുറന്ന് കിടക്കുകയാണ്. കുറച്ച് ഹിന്ദിക്കാർ നേരത്തെ കയറി ഒന്ന് ഇവിടെ എല്ലാം തപ്പി തടഞ്ഞായിരുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ നോക്കിക്കേ. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 രൂപയുടെ മൂല്യമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചോളുക. കാരണം രാത്രി ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് നിങ്ങൾ അറിയാതെ ഉറങ്ങി കഴിയും നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ ഈ പറഞ്ഞ ബാഗെല്ലാം തപ്പുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഭദ്രമായിട്ടൊക്കെ വെക്കാൻ പറ്റും. അടച്ചെങ്കിലും വെക്ക് കേട്ടോ. ഇത് ഒരാൾ കിടന്നുറങ്ങുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ കാഴ്ചയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കടപ്പാടമില്ലാത്ത ആളുകൾ ഇതുപോലെ റോഡ് സൈഡിലും പാലത്തിനടിയിലും ഒക്കെ കിടന്നുറങ്ങുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നിരന്തരം ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പക്ഷേ ഇതിനകത്തൊരു വലിയൊരു അപകടം ഒളിയിരിപ്പുണ്ട്. കാരണം അത് നേരിട്ട് കണ്ടപ്പോഴായിരിക്കും മനസ്സിലായത്. ഈ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണിക്കുന്ന പോക്കിരിത്തരത്തിന് യാതൊരു സമാധാനമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഇവിടെ വന്ന് വെച്ചിട്ട് ഇമ്മാതിരിയുള്ള വേഷം കെട്ടുകൾ ഇവിടെ കാണിച്ചിട്ട് ഇവർ ഇവിടെ നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ട്രെയിനിൽ കയറി ഇവരോട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എത്ര വലിയ ക്രൈം ചെയ്താൽ ഇവരെ പിടിക്കാന്ന് പറഞ്ഞ് ചില്ലറ പാടൊന്നുമല്ല. ഒരുപാട് ക്രൈമുകൾ നമ്മൾ മലയാളികൾ ഈ ബംഗാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഒരു വൃദ്ധനായ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ആ പില്ലറിനടിയിൽ നിന്ന് ഉരുട്ടിയിട്ട് അയാളുടെ ജീവൻ എടുക്കും വിധമുള്ള പ്രവൃത്തി അയാളോട് ചെയ്യുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്.